കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ മൊഴിയെടുക്കണമെന്ന നിലപാടിൽ ഉറച്ച മധ്യപ്രദേശ് പോലീസ് പെൺകുട്ടിയെ ഹാജരാക്കണമെന്ന് ഇവരെ സഹായിക്കുന്നവർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഹാജരാകേണ്ടതില്ല എന്നും FIR റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കേരള മധ്യപ്രദേശ് ഹൈക്കോടതികളെ സമീപിക്കാനാണ് പെൺകുട്ടിയുടെ നീക്കം. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോഴും തർക്കങ്ങൾ നടക്കുകയാണ്. മൊഴി രേഖപ്പെടുത്തണമെന്ന ആവശ്യമായി പോലീസ് എത്തുന്നു. എന്താണ് ഇവരുടെ തുടർന്നുള്ള നീക്കം? എന്തായിരിക്കും ഇവരുടെ തുടർന്നുള്ള നീക്കം? എന്താണ് ഇവരുടെ പരിപാടി? ഇന്നലെ രാവിലെ ഉച്ചയോടുകൂടിയാണ് മധ്യപ്രദേശിൽ നിന്ന് പോലീസ് സംഘം തൃക്കാക്കറിൽ എത്തിയത്. പെൺകുട്ടിയും അവരുടെ ഭർത്താവും അവരിവിടെ ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയതാണ്. മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവർ ആ പെൺകുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതാണ് അവർ പങ്കുവച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിലവിൽ ആ പെൺകുട്ടി ഈ പോലീസുകാർ ഇവിടെ കൊച്ചിയിലെത്തിയ വിവരം അറിഞ്ഞ് അവർ മറ്റെങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവരെ സഹായിക്കുന്ന ആളുകളെ ഈ മധ്യപ്രദേശ് പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് ഹാജരാക്കണം എന്നുള്ളതാണ് അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ കേസിൽ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് പോക്സോ വകുപ്പ് പ്രകാരം എടുത്തിട്ടുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ മൊഴി രേഖപ്പെടുത്താതിരുന്നാൽ അത് സഹായിക്കുന്നവർ കൂടി ബുദ്ധിമുട്ടുണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവരോട് മധ്യപ്രദേശ് പോലീസ് പറഞ്ഞത്. പക്ഷേ പെൺകുട്ടിയും ആ പെൺകുട്ടിക്കൊപ്പമുള്ള സുഹൃത്തും വ്യക്തമാക്കുന്നത് മധ്യപ്രദേശിലേക്ക് പോകാൻ ഞങ്ങളില്ല, ഞങ്ങൾ കേരളത്തിൽ തന്നെ തുടരും. അവിടെ പോയി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന നിലപാടാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് അവർ എത്തിയിട്ടുള്ളത്. അത് ഇവിടെ സമീപിക്കണോ അതല്ലെങ്കിൽ മധ്യപ്രദേശിൽ തന്നെ FIR റദ്ദ് ചെയ്തതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. 164 അടക്കം നൽകാനുള്ള തീരുമാനത്തിലേക്കും അവർ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്താ സമ്മേളനങ്ങളും പരസ്യ പ്രതികരണങ്ങൾക്കുള്ള സാധ്യതയും നിലവിലുണ്ട്. പെൺകുട്ടിയെ കണ്ട ശേഷം അവരെ മൊഴിയെടുത്ത ശേഷമോ അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ശേഷം മാത്രമേ ഇവിടെ നിന്ന് മടങ്ങിപ്പോകൂ എന്ന നിലപാടിലാണ് മധ്യപ്രദേശ് പോലീസ് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.